ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു, ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു, മുൻകരുതലെടുക്കണമെന്ന് പറയുന്നു. വിശദാംശങ്ങൾ. അനുജ, കഴിഞ്ഞ ദിവസം ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ യുവാവ് ചികിത്സ തേടിയ ഘട്ടത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മങ്കി പോക്സ് സംശയിച്ചിരുന്നു. കാരണം ചിക്കൻ പോക്സിന് സമാനമായ ലക്ഷണങ്ങളോടെയാണ് യുവാവ് ത്വക്കുരോഗ വിഭാഗം OPയിൽ ചികിത്സയ്ക്കായി എത്തിയത്. ഈ ഘട്ടത്തിൽ യുവാവിനെ പ്രത്യേക നിരീക്ഷണത്തിലാക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ്. തുടർന്ന് ഔദ്യോഗികമായി തന്നെ എംപോക്സ് സ്ഥിരീകരിക്കാനായി സ്രവം ഈ വൈറോളജി ലാബിലേക്ക് അയച്ചു. ഇന്നാണ് ഔദ്യോഗികമായി ഈ പരിശോധന ഫലം വന്നിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ജാഗ്രത വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായും അറിയിക്കുന്ന കാര്യം. മറ്റൊരാൾക്കും സമാനമായ ലക്ഷണങ്ങൾ ഇതുവരെയും പ്രകടമായിട്ടില്ല. കൃത്യമായൊരു സമ്പർക്ക പട്ടിക ഈ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇവരെയൊക്കെ തന്നെ നിരീക്ഷണത്തിലാക്കുകയും അത്തരത്തിലൊരു നടപടികളിലേക്കാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കടന്നിട്ടുള്ളത്. ഈ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൃത്യമായൊരു പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് പാലിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ എയർപോർട്ടുകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. കാരണം ഈ കൂടുതലും വിദേശത്തു നിന്ന് എത്തുന്നവർക്കാണ് സമാനമായ രോഗലക്ഷണങ്ങളും രോഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യതകൾ ഏറെയുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമാന രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് കൃത്യമായി ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യ മന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. ഇതിനായി എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന തരത്തിൽ അവരുടെ നമ്പറുകളും ഫോൺ നമ്പറുകളും ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം എല്ലാ മെഡിക്കൽ കോളേജുകളും പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിക്കാൻ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. നിലവിൽ ഈ ചികിത്സയിൽ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യങ്ങൾ ഒന്നും ഇല്ല എന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ മറ്റ് രോഗങ്ങൾ പോലെ ഇപ്പോൾ നിപ്പയുടെ കാര്യത്തിൽ പോലെ അതുപോലെ അത്തരത്തിൽ വലിയ മരണനിരക്ക് ഉള്ള അസുഖമല്ല എംപോക്സ്. പക്ഷേ വ്യാപന തോത് വളരെയേറെയാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ പേരിലേക്ക് രോഗം പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഒരു ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഈ അണുബാധ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ 4 മുതൽ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടമാവുക. അത് ചിക്കൻ പോക്സിന് സമാനമായ തുടിപ്പുകൾ, ഈ തടിപ്പുകൾ ഈ കയ്യിലും കാലിലും മുഖത്തും ഉൾപ്പെടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം പനി, ക്ഷീണം, ഇതൊക്കെയാണ് എംപോക്സിൻ്റെ ലക്ഷണങ്ങളായി ആരോഗ്യവകുപ്പ് നിലവിൽ പറയുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ മറ്റ് രോഗങ്ങൾ ഉള്ളവർക്ക് എംപോക്സ് ബാധിച്ചാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാനും അത്തരത്തിലൊരു ഗുരുതര സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സ്ഥിതി ഉണ്ട്. അതായത് ഈ ഗർഭിണികൾക്കും ഒപ്പം കുഞ്ഞുങ്ങൾക്കും മറ്റ് ഗുരുതരമായ അസുഖങ്ങൾ ഉള്ളവർക്കും രോഗം ബാധിക്കുമ്പോഴാണ് അത് മറ്റൊരു തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് നിലവിൽ പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ എയർപോർട്ടുകളിലും കൃത്യമായൊരു പരിശോധന, കൃത്യമായൊരു നിരീക്ഷണം ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി വൈദ്യ പരിശോധന നടത്തണം, ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കണം എന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. അനുജ, അതാണിപ്പോൾ വലിയ ജാഗ്രതയിലാണ് സംസ്ഥാനത്ത്. ഇതിനു മുൻപ് 2022 കേരളത്തിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അത് പൂർണ്ണമായി ഭേദമാവുകയും കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കാതെ ഇരിക്കാനുള്ള പ്രതിരോധ നടപടികൾ, മുൻകരുതൽ നടപടികളിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു ചരിത്രം നമുക്കുണ്ട്. ഏതായാലും ഇത്തവണ ജാഗ്രത വേണം എന്ന് പറയുകയാണ് ആരോഗ്യവകുപ്പ്. അത്തരത്തിലേക്കുള്ള ഒരുക്കങ്ങളെല്ലാം വിവിധ ആശുപത്രികളിൽ ഇതിനുള്ള ചികിത്സാ സൗകര്യവും ഐസൊലേഷൻ സൗകര്യവും ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പടരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് മുൻകരുതൽ പാലിക്കണമെന്നത് ആരോഗ്യവകുപ്പ് പറയുന്നത്.